ഇതാണ് ബഹ്റൈനിലെ സുമതി വളവ്. വർഷങ്ങൾക്ക് മുൻപ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സുമതി എന്ന യുവതിയുടെ ആത്മാവ് ഗതി കിട്ടാത്ത പ്രേതത്തെ പോലെ അലഞ്ഞു നടക്കുന്ന സ്ഥലം. അങ്ങനെയൊക്കെ തോന്നും, പക്ഷെ അതൊന്നുമല്ല കാര്യം. ഈ ഒരു ലാൻഡ്സ്കേപ്പൊക്കെ കണ്ടിട്ട് ഏതോ ഒരു മലയാളിയുടെ ഭാവനയിൽ വിരിഞ്ഞ പേരാണ് സുമതി വളവ് എന്നത്. സുമതി വളവ്, ഈ പേര് കേൾക്കുമ്പോൾ കേട്ടുമറന്ന പഴയ യക്ഷിക്കഥകളും ഭീതിപ്പെടുത്തുന്ന ഓർമ്മകളുമൊക്കെ ഒരു നിമിഷം കൺമുന്നിലൂടെയൊന്ന് മിന്നിമായും. നീണ്ട വളവുകളും ഇടതൂർന്ന മരങ്ങളും കുറ്റിക്കാടുമൊക്കെയുള്ള ഒരു ഒറ്റപ്പെട്ട സ്ഥലം. അത് ചെന്ന് അവസാനിക്കുന്നത് ഒരു കടൽക്കരയിലും. അതിന് ലാൻഡ്മാർക്കായി ആകട്ടെ മലയാളിയുടെ വക കിടിലൻ പേരും. ഒടുക്കം ഗൂഗിളിന് പോലും അംഗീകരിക്കേണ്ടി വന്നു ബഹ്റൈനിലെ സുമതി വളവിനെ. ഞാനിപ്പോൾ ബഹ്റൈനിൽ വന്നിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ. അപ്പോഴത്തോട് ഞാൻ കേൾക്കുന്നൊരു പേരാണ് സുമതി വളവ്. അപ്പോൾ നമ്മുടെ നാട്ടിലും ഇതേപോലെ ഒരു പ്ലേസ് ഉണ്ടല്ലോ ആക്ച്വലി. അപ്പോൾ എങ്ങനെ ഇരിക്കുന്ന അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇന്നൊന്ന് ഇറങ്ങിയതാണ്. ആക്ച്വലി ഇവിടുത്തെ നൈറ്റിലുള്ള ഒരു എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ രാത്രി ഇവിടെ വന്നത്. ഒറ്റക്കാണ്. അപ്പോൾ എൻ്റെ ഒരു അനുഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ രണ്ട് സൈഡിലും പച്ചപ്പാണ്, നല്ലൊരു കാറ്റൊക്കെ ഉണ്ട്, നല്ലൊരു അന്തരീക്ഷമാണ് ആക്ച്വലി. ഗൾഫ് നാടുകളിൽ അതിജീവനത്തിനായി അധ്വാനിക്കുമ്പോഴും നാടിൻ്റെ ഓർമ്മകൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ് മലയാളികൾ. ഹരിതാഭയും പച്ചപ്പുമെല്ലാം നിറഞ്ഞ കേരളത്തെ ഓർത്ത ഓർമ്മകളായി ഇവർക്കുന്ന പ്രവാസി മലയാളിക്ക് ഇവിടം ഗൃഹാതുരത്വമുണർത്തുന്ന അനുഭവമാകും. മനോഹരമായ പശ്ചാത്തല ഭംഗിയുള്ള വനനിബിഡമായ പാതയിലൂടെയുള്ള സഞ്ചാരവും തൊട്ടടുത്തുള്ള ബീച്ചും ബഹ്റൈനിലെ പ്രവാസികളെയും സ്വദേശികളെയും വിനോദസഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കുന്ന സ്ഥലമാണ്. ബഹ്റൈനിലെ കർസഖാൻ പ്രദേശത്തെ ഒരു ചെറിയ വനപ്രദേശത്തിനെയാണ് നമ്മുടെ മലയാളികൾ പഴങ്കഥകളിലെ സുമതിയുടെ പേരിൽ പതിച്ചു നൽകിയത്. സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് ഈ സ്ഥലം വളരെ വേഗം ശ്രദ്ധിക്കപ്പെടുന്നത്. കോൺക്രീറ്റ് നഗരത്തിൽ നിന്നും മറഞ്ഞിരിക്കുന്ന ഒരു പച്ചപ്പുള്ളി. ചുട്ടുപൊള്ളുന്ന വെയിലും വരണ്ട കാലാവസ്ഥയുമുള്ള അറബ് മണ്ണിൽ ഇത്തരം സ്ഥലങ്ങൾ പ്രവാസികൾക്ക് എന്നും അനുഗ്രഹം തന്നെയാണ്. എങ്കിലും കേരളത്തിൻ്റെ നാട്ടിൻപുറങ്ങളിലെ മനോഹരമായ വഴികളോട് സാമ്യമുള്ള ഈ സ്ഥലത്തെ ആരായിരിക്കും സുമതി വളവ് എന്ന് ആദ്യം വിളിച്ചിട്ടുണ്ടാവുക? ഷെഫി ഷാജഹാൻ, മീഡിയ 1, ബഹ്റൈൻ.